നമസ്കാരം. ദൂരദർശൻ കൃഷിദർശന്റെ തത്സമയ ഫോൺ ഇൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മണ്ണ്, മണ്ണിന്റെ ആരോഗ്യം, അത് സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് വളരെ വലുതായിട്ട് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് നേഷൻസ് 2015 വർഷം അന്താരാഷ്ട്ര മണ്ണ് വർഷമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മോട് മണ്ണിനെക്കുറിച്ചും മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായിട്ടുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസറും അതുപോലെ തന്നെ റേഡിയോ ട്രേസർ ലാബ് ഹെഡുമായിട്ടുള്ള ഡോക്ടർ പി സുരേഷ് കുമാർ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, ഈ 2015 വർഷം അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മണ്ണ് വർഷമായിട്ട് അതിന് അത്രയും പ്രാധാന്യം കൊടുത്ത് അത് പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണം എന്തായിരുന്നു? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ ഇത് അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് 2015 പ്രഖ്യാപിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന്റെ നിലനിൽപ്പും മണ്ണിന്റെ ആരോഗ്യവും മനുഷ്യന്റെയും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സോയിൽ ആണല്ലോ മണ്ണിന് ഇംഗ്ലീഷിൽ പറയുക, SOIL. സോയിലിന്റെ ഡെഫിനേഷൻ തന്നെ സോഴ്സ് ഓഫ് ഇൻഫിനിറ്റ് ലൈഫ്, അനന്തമായ ജീവന്റെ ഉറവിടം തന്നെ മണ്ണാണെന്ന് പറയാം. മണ്ണില്ലെങ്കിൽ ജീവൻ ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ, ആ ഒരു അവസ്ഥയിൽ മണ്ണിനെ നിലനിർത്തുക, മണ്ണ് സംരക്ഷിക്കുക, ആ സംരക്ഷിക്കപ്പെടുന്ന മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുക, ഇത് രണ്ടായിട്ട് തന്നെ കാണണം. രണ്ടും തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുകയും ചെയ്യേണ്ട ഒരവസ്ഥയാണ്. അതില്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് പോലും ജീവിക്കാൻ ഈ ഭൂമിയിൽ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ ശരിയായ സമയത്ത് യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും മണ്ണിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണെന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുള്ളത്. ജൈവ വൈവിധ്യം കൊണ്ട് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ ഈ മണ്ണിന്റെ സംരക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ഈ ജൈവ വൈവിധ്യം നമുക്ക് എത്രമാത്രം സംരക്ഷിക്കാനായിട്ട് സാധിക്കും? ഇത് രണ്ടും തമ്മിൽ വളരെയധികം അഭേദ്യബന്ധമുണ്ട്. അതായത് ജൈവ വൈവിധ്യത്തോടൊപ്പം തന്നെ പ്രാധാന്യമാണ് മണ്ണും. മണ്ണില്ലെങ്കിൽ ജൈവ വൈവിധ്യമില്ല, ജൈവ വൈവിധ്യമില്ലെങ്കിൽ മണ്ണുമില്ല. ഉദാഹരണത്തിന് ലോകത്തെ മണ്ണിന് മുകളിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെക്കാളും ഒരു 100-150 ഇരട്ടി ജീവജാലങ്ങളാണ് ഒരു പിടി മണ്ണെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ജൈവ വൈവിധ്യം തുടങ്ങുന്നത് തന്നെ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മണ്ണിനെ നമ്മൾ വെറും ഒരു പാഴ്വസ്തുവായിട്ടോ അല്ലെങ്കിൽ ജീവസ്സില്ലാത്ത ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവായിട്ടോ അല്ല കാണേണ്ടത്. പക്ഷേ മണ്ണ് ജീവന്റെ ഭാഗമായിട്ട് കാണണം. അതുകൊണ്ട് തന്നെ മണ്ണ് ജീവന്റെ ഉറവിടമാണ് അല്ലെങ്കിൽ ആത്മാവാണ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള മണ്ണിനെ ആ ആരോഗ്യാവസ്ഥയിൽ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്നും കൂടി സാധാരണ ഏതൊരു മനുഷ്യന്റെയും, കാരണം ഇപ്പൊ സസ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ
പണ്ട് കവികളൊക്കെ പറയാറുണ്ട് മരങ്ങൾ താഴുന്നു ഫലാഗമത്തിനാൽ എന്നൊക്കെ, മരങ്ങൾ ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ താഴ്ന്നു വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ സസ്യങ്ങൾക്ക് മണ്ണിൽ നിന്ന് കിട്ടുന്ന വളങ്ങളും ജൈവവസ്തുക്കളും എല്ലാം പോലെ തന്നെ മനുഷ്യനും ഇതൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ അത് എത്രത്തോളം അതിന് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചുമതലയായിട്ട് മണ്ണിനെ സംരക്ഷിക്കൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയുന്നില്ല. അതെ, മണ്ണിന്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് മണ്ണ് അത്യാവശ്യ ഘടകമാണ്. പക്ഷേ ഇന്നത്തെ ഈ കാലത്ത് മനുഷ്യന്റെ ഇടപെടൽ വളരെയധികം മണ്ണിനെ ദോഷകരമായിട്ട് കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ അത് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും? മനുഷ്യന് മണ്ണിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. കാരണം കൃഷി മനുഷ്യൻ ചെയ്യുന്നിടത്തോളം കാലം കൃഷി അത്യാവശ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. കൃഷി അതുപോലെ തന്നെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൃഷി ചെയ്യുന്നിടത്തോളം കാലം മനുഷ്യന്റെ ഇടപെടലിന് ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇടപെടുമ്പോൾ മണ്ണിന്റെ ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ ഒരു ഉദാഹരണത്തിൽ കൂടെ അത് പറഞ്ഞുതരാം. മനുഷ്യന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുകയാണെങ്കിൽ തന്നെ ചോറ് വേണം, ഒരു കറി സാമ്പാറോ അല്ലെങ്കിൽ മറ്റ് കറികളോ വേണം, ഒരു അച്ചാർ വേണം, ഉപ്പ് വേണം. ഇതിനൊക്കെ പ്രത്യേക അളവുകളുമുണ്ട്. തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, ചോറിന് പകരം നമ്മൾ ഉപ്പിന് പകരം ചോറ് എടുത്തിട്ട് വിളമ്പിയാലുണ്ടാവുന്ന അവസ്ഥ എന്തായിരിക്കും? ഇതാണ് പലപ്പോഴും മനുഷ്യൻ ഇടപെടുമ്പോൾ തെറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പോൾ ചോറിന് പകരം ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് എന്തുണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ പറയാതെ തന്നെ അറിയാം. ഇതുപോലെ തന്നെയാണ് അമിതമായിട്ട് ചില സാധനങ്ങൾ കൊടുക്കുകയും, രാസവളങ്ങളായിക്കോട്ടെ മറ്റു സാധനങ്ങളായിക്കോട്ടെ, ഈവൻ ജൈവവളങ്ങൾ പോലും അമിതമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപകടമാണ്. അപ്പോൾ സമീകൃതമായ ആഹാരം, നമ്മളിപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിൽ പറയാറുണ്ട്, സമീകൃത ആഹാരമാണ് ആരോഗ്യത്തിൻ്റെ നിദാനം എന്നുള്ളത്. അത്തരത്തിലുള്ള സമീകൃതമായ ആരോഗ്യം നിലനിർത്താൻ, സമീകൃതമായ ഭക്ഷണക്രമം നിലനിർത്താൻ മണ്ണിൻ്റെ കാര്യത്തിൽ മനുഷ്യന് പറയാൻ പറ്റും. ഉപ്പ് കൂടി അല്ലെങ്കിൽ എരിവ് കൂടി എന്ന് പറയുന്ന മാതിരി മണ്ണ് നമ്മളോട് പറയില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു അവകാശം കിട്ടിയെന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കി. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ദൂരദർശൻ കൃഷി ദർശന്റെ തത്സമയം ഫോൺ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്? സാർ, ഞാൻ കായംകുളത്തുനിന്ന് രാജമ്മ ടീച്ചറാണ്. പറഞ്ഞോളൂ മാഡം. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ കൃഷിയിലൊക്കെ നല്ലതായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ആ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാവോ? ഇപ്പൊ ഞാൻ കൃഷി ചെയ്തോണ്ട് ഇപ്പൊ ഈ ഗ്രോ ബാഗിനകത്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അത് പിന്നെ ഇപ്പൊ അത് വീണ്ടും നമ്മൾ അതിൽ കൃഷി ചെയ്യുമ്പോൾ അതിനകത്ത് വീണ്ടും എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു അറിവ് തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മണ്ണും ജൈവ വളങ്ങളെ കമ്പോസ്റ്റൊക്കെ ചേർക്കാറുണ്ടല്ലോ അല്ലേ? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. കമ്പോസ്റ്റൊക്കെ ചേർക്കാറുണ്ടോ? കമ്പോസ്റ്റ് ഉണ്ട്. ഞാൻ ഇത് അല്ലാതെ വളമൊക്കെ ചേർത്ത് പിന്നെ ചാണകവും ഗോമൂത്രവും പയറും എല്ലാം പൊടിച്ച് നല്ല ജൈവവളം ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ കടല പിണ്ണാക്ക് അങ്ങനെയൊക്കെ ഉള്ള. പക്ഷെ ഇപ്പൊ 3 കൃഷിയാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ കൃഷി ചെയ്യുന്നത് അതിനകത്ത് ചെടികളെല്ലാം ഒരു ജീവനില്ലാതാണ് കിളിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അത് തന്നെ, സസ്യങ്ങൾ വളരുമ്പോൾ ഈ നിങ്ങൾ ചേർത്തതെല്ലാം മണ്ണിൽ നിന്ന് സസ്യങ്ങൾ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. പയറായാലും എന്ത് വിളയായാലും. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇതേപോലെ ഓരോ വിള കഴിയുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ കമ്പോസ്റ്റ് അല്ലെങ്കിൽ വളങ്ങൾ ചേർത്തുകൊണ്ടിരിക്കണം. സസ്യങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചേർത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു വിള കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴേക്കും ഗ്രോ ബാഗിലുള്ള മണ്ണ് അതിൽ വളക്കൂറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ആ വളക്കൂർ വീണ്ടെടുത്തിട്ട് വേണം 2ാമതോ 3ാമതോ ചെയ്യണമെങ്കിൽ. സംശയം കഴിഞ്ഞായിരുന്നോ മാഡം? ഹലോ സർ, നമ്മളിപ്പോൾ മനുഷ്യന്റെ ഇടപെടലിനെ കുറിച്ച്, ദോഷകരമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യൻ ദോഷകരമായിട്ട് ഇടപെടുന്നത് അല്ലെങ്കിൽ മണ്ണിനെ ദോഷകരമായിട്ട് മാറ്റുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ തനിക്ക് ദോഷകരമായിട്ട് തന്നെ അത് മാറും എന്നുള്ളൊരു കാര്യം അറിവില്ലായ്മ കൊണ്ടാണ്. അത് നമുക്ക് എവിടെ തുടങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഈ അറിവ് എവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും മണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയാറ് മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിയെക്കുറിച്ചാണ്. ഫലഭൂയിഷ്ടിയുള്ള മണ്ണ് നല്ല മണ്ണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് മണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്. ഇത് ഒരു ശൃംഖലയായിട്ട് വേണം നമ്മൾ വീക്ഷിക്കാനായിട്ട്. മണ്ണിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള മണ്ണിൽ നിന്ന് തുടങ്ങിയാൽ അതിൽ നിന്ന് വരുന്ന സസ്യങ്ങളും വിളകളും നല്ല ആരോഗ്യമുള്ളതായിരിക്കും. അത് ഭക്ഷിച്ചുണ്ടാകുന്ന മൃഗങ്ങളും മനുഷ്യനും നല്ല ആരോഗ്യമുള്ളതായിരിക്കും. അപ്പോൾ നല്ല ആരോഗ്യമുള്ള മണ്ണ്, നല്ല ആരോഗ്യമുള്ള സസ്യങ്ങൾ, അതിൽ നിന്നും നല്ല ആരോഗ്യമുള്ള മൃഗങ്ങൾ, അതിൽ നിന്നും നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. അപ്പോൾ ഇതിങ്ങനെ ഒരു ശൃംഖലയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം മണ്ണിൻ്റെ ആരോഗ്യം കുറഞ്ഞാൽ ഈ വക എല്ലാത്തിൻ്റെ ആരോഗ്യത്തെയും അത് ബാധിക്കും. ഉദാഹരണത്തിന് നമുക്കറിയാം സെലിനിയം മനുഷ്യന് അത്യാവശ്യമുള്ള ഒരു മൂലകമാണ്. സസ്യങ്ങൾക്ക് ആവശ്യമില്ല, പക്ഷേ സസ്യങ്ങളിൽ കൂടിയാണ് മനുഷ്യന് ഇത് കിട്ടുന്നത്. അപ്പോൾ സെലിനിയം ഇല്ലാത്തൊരു മണ്ണിൽ നിന്നും ഉണ്ടാവുന്ന ഭക്ഷ്യവിളകൾ ഭക്ഷിക്കുന്ന മനുഷ്യനിൽ സെലിനിയത്തിൻ്റെ അഭാവം വരും. അതുപോലെ സിങ്ക്, നാഗം എന്ന് പറയുന്ന മൂലകം, നാഗം കുറവായിട്ടുള്ള മണ്ണിൽ നിന്നും വരുന്ന ഭക്ഷ്യവിളകൾ ഭക്ഷിക്കുന്ന മനുഷ്യന് നാഗത്തിൻ്റെ അഭാവം കൊണ്ടുള്ള രോഗങ്ങളുണ്ടാവാം. ഇത്തരത്തിലാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പം മണ്ണിൻ്റെ ആരോഗ്യവും മണ്ണിൽ ഇതിൻ്റെയൊക്കെ, അതായത് നമുക്ക് ആവശ്യമുള്ള മൂലകങ്ങളുടെയും ധാതു ലവണങ്ങളുടെയും ജൈവാംശത്തിൻ്റെയൊക്കെ അളവ് കൃത്യമായിട്ട് നിലനിർത്തുക എന്നുള്ളത് ജീവൻ്റെ, മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും അത്യാവശ്യ ഘടകമായിട്ട് മാറുകയാണ്. മുൻകാലങ്ങളിലൊക്കെ ഹലോ 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 ആരാണ്? ഞാൻ കുന്നമംഗലത്ത് നിന്ന് ഗിരിജയാണ്. പറഞ്ഞോളൂ മാഡം. ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങളിപ്പോ മണ്ണെടുത്തങ്ങാണ്ട് പിന്നെ വീടൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ സ്ഥലത്ത് ഞങ്ങള് പിന്നെ കഴിഞ്ഞ വർഷം നല്ലപോലെ ചീരയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അതേ മണ്ണിൽ ഇപ്പൊ ചീര ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നില്ല. ചീരയുടെ കാര്യമാണോ പറയുന്നത്? ചീര. അപ്പം കപ്പ അങ്ങനത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം പിന്നെ മണ്ണില് പിന്നെ വെള്ളരി എല്ലാം ഉണ്ടാക്കിയിരുന്നു. മേഡം, ആ മണ്ണിൽ പിന്നെ ചീര നട്ടിട്ട് അതിൽ വിളവ് ഉണ്ടാകുന്നില്ല എന്നാണോ? ഇല്ല, അത് തീരെ ഉണ്ടാവുന്നില്ല. ആ ചീര ഇങ്ങനെ നാര് പോലെ ഉണ്ടായിക്കോ. സാധാരണ മണ്ണിൽ തന്നെ, ഗ്രോ ബാഗിലൊന്നല്ല, മണ്ണിൽ തന്നെയാണ്. അപ്പൊ അത് മണ്ണ് പരിശോധിക്കണോ എന്താന്നുള്ളത് അറിയില്ല. തീർച്ചയായിട്ടും മണ്ണ് പരിശോധിക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ചീരയല്ല ഏത് സസ്യമായാലും വളരുന്നതിന് ഏകദേശം 17 മൂലകങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെ മണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും വെള്ളവും ഒഴിച്ചാൽ ബാക്കിയെല്ലാം മണ്ണിൽ നിന്ന് കിട്ടേണ്ടതാണ്. അപ്പൊ അതിന്റെ കുറവ് വന്നിട്ടുണ്ടോന്ന് അറിയണമെങ്കിൽ, ഏതൊക്കെയാണ് കുറവ് വന്നേക്കുന്നതെന്ന് അറിയണമെങ്കിൽ മണ്ണ് പരിശോധിക്കുക തന്നെ വേണം. മാഡം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അതിൽ ഭക്ഷ്യജനകം, നൈട്രജന്റെ കുറവ് വന്നിട്ടുണ്ടാവണം, പൊട്ടാഷ്യന്റെ കുറവ് വന്നിട്ടുണ്ടാവണം. അപ്പൊ തീർച്ചയായിട്ടും മണ്ണിൽ അത് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് കൃത്യമായിട്ട് എത്ര ചേർക്കണമെന്ന് അറിയണമെങ്കിൽ മണ്ണ് പരിശോധിച്ച് എത്ര കുറവുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനുള്ള അളവുകൾ നമുക്ക് കിട്ടാവുന്നതാണ്. ശരി, അത് കൃഷിഭവനിൽ കൊണ്ടുകൊടുത്താൽ മതിയാവോ ആ മണ്ണ്? കൃഷിഭവൻ വഴിയാണ് കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ മണ്ണ് പരിശോധന ശാലകളിലേക്ക് മണ്ണുകൾ എത്തിക്കുന്നതും പരിശോധിച്ച് അവര് അതിന് വേണ്ട ശുപാർശകൾ നൽകുന്നത്. ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. ദൂരദർശനിലേക്ക് വിളിച്ചതിന് നന്ദി. സർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ മണ്ണിന്റെ സംരക്ഷണത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഇപ്പോൾ നമ്മൾ സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? മണ്ണ് സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ 2 തരത്തിൽ അതിനെ എടുക്കണം. പ്രത്യേകിച്ചും കേരളത്തിലെ അവസ്ഥയിലേക്ക് ഞാൻ വരികയാണ്. കേരളത്തിലെ സംസ്ഥാനം മൊത്തം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു വലിയ നീർമറി പ്രദേശമായിട്ട് കണക്കാക്കാം. വാട്ടർ ഷെഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ കേരള സംസ്ഥാനം മുഴുവൻ ഒരു വലിയ നീർമറി പ്രദേശമായിട്ട് കണക്കാക്കാം. എങ്ങനെ ഇരിക്കും അപ്പോൾ? നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഹൈ റേഞ്ചിൽ നിന്ന് തുടങ്ങി
അറബിക്കടൽ വരെ എത്തുന്ന പ്രദേശത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഹൈ റേഞ്ചിലെ മണ്ണ് 24 മണിക്കൂർ കൊണ്ട് അറബിക്കടലിൽ എത്തുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഏറ്റവും പ്രാധാന്യം എന്തിനാണ്? മണ്ണിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളത്. പഴയ ആളുകൾ പറയാറുണ്ട്, വെള്ളം 24 മണിക്കൂർ കൊണ്ട് ഹൈ റേഞ്ചിൽ നിന്ന് ഒഴുകി അറബിക്കടലിൽ എത്തുമ്പോൾ ആ ഒഴുക്ക് ഒരു ഓട്ടമാണെങ്കിൽ അതിനെ ചുരുക്കി ഒന്ന് നടത്താനെങ്കിലും പറ്റിയാൽ, ആ ഒഴുക്കിൻ്റെ വേഗത ഒന്ന് കുറയ്ക്കാനെങ്കിലും പറ്റിയാൽ നമുക്ക് ഒരുപാട് മണ്ണ് സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും പ്രാധാന്യം മണ്ണ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം വരുന്നതും കേരളത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. കേരളം ഉഷ്ണമേഖലാ പ്രദേശത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള സ്ഥലമാവുന്നതുകൊണ്ട് തന്നെ നല്ല ചൂടും നല്ല മഴയും ഉള്ളതുകൊണ്ട് ഇവിടുത്തെ വളങ്ങൾ, പ്രത്യേകിച്ചും ക്ഷാരാംശമുള്ള കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇതെല്ലാം ഒലിച്ചു പോവുകയാണ്. എന്നിട്ടാണ് നമ്മുടെ മണ്ണ് വെട്ടുകൽ മണ്ണായിട്ടും അവസാനം നമ്മൾ വെട്ടുകൽ എന്ന് പറയുന്ന ലാറ്ററൈറ്റ് ആയിട്ടും മാറുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, ദൂരദർശനിലേക്ക് വിളിച്ച ആരാണ്? പറഞ്ഞോളൂ. ഹലോ ഹലോ, ഉദയനാണ് വിളിക്കുന്നത്. ആ പറഞ്ഞോളൂ സാർ. പുരട്ടിന്നാണ്, ഉദയനാണ്. പറഞ്ഞോളൂ. ഞാനേ കുറെ ഗ്രോ ബാഗും. ഹലോ ഹലോ ചോദിച്ചോളൂ. ഞാൻ കുറെ ഗ്രോ ബാഗിൽ കൃഷി നടത്തി. ചോദിച്ചോളൂ. ഗ്രോ ബാഗിൽ കൃഷി നടത്തി. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ അത് വിത്ത് മുളച്ചു വരുമ്പോ നന്നായിട്ട് വന്നു കംപ്ലീറ്റ്. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് വരുമ്പോ ഈ സാധനം കംപ്ലീറ്റ് കുരുടിച്ചു പോകണം. അത് മണ്ണിന്റെ കുഴപ്പമാണോ? അത് കൃത്യമായിട്ട് നോക്കാതെ പറയാൻ പറ്റില്ല. മണ്ണിന്റെ കുഴപ്പം കൊണ്ടും കുരുടിപ്പ് വരാം. മണ്ണില് സസ്യങ്ങൾ ഏത് ചെടികൾ വളർത്തുമ്പോഴും അതിനാവശ്യമുള്ള 10-17 മൂലകങ്ങളുണ്ട്. നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറഞ്ഞതാണത്. ഈ മൂലകങ്ങളിൽ ഉദാഹരണത്തിന് നമ്മുടെ മണ്ണിൽ പൊതുവെ കുറവുള്ള ചില മൂലകങ്ങളുണ്ട്, കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ, അതുപോലെ ബോറോൺ. ഈ മൂലകങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ കുരുടിപ്പ് വരാം. പക്ഷേ ഈ പറഞ്ഞ കുരുടിപ്പ് രോഗങ്ങൾ കൊണ്ടും വരാം. അപ്പൊ ഏതാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഗ്രോബാഗിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇഷ്ടം പോലെ കമ്പോസ്റ്റോ ജൈവവളം ഇട്ടു കൊടുക്കുക. ഏതെങ്കിലും മൂലകങ്ങൾ ഇതുപോലെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുറവുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏത് വിളയാണോ വളർത്തുന്നതെന്നുള്ളതിന് അതിന് ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടി വരും. ഞാൻ എല്ലാം ചെയ്തിരുന്നു. പയറും വെണ്ടയ്ക്ക, വഴുതനങ്ങ, ചൊരയ്ക്ക, പാവലം എല്ലാം ഇതേപോലെ നന്നായി വന്ന് അവസാനം വന്നപ്പോ കംപ്ലീറ്റ് അങ്ങോട്ട് പോയി. അതാണ് ഞാൻ. അപ്പൊ അത് പൂക്കാതെ വന്നുണ്ടോ? പൂക്കാതെ വരുമോ അല്ലെങ്കിൽ കായ പിടിക്കാതെ വരുമോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ആദ്യം കായ പിടിച്ച് പൂ വെണ്ടയ്ക്ക കൊഴിഞ്ഞു പോയി കംപ്ലീറ്റ്. പിന്നെ കൊഴിയുന്ന ഒരു കാരണം മണ്ണ് പരിശോധിച്ചാലേ അറിയുള്ളൂ. പൊട്ടാഷിന്റെ കുറവുകൊണ്ടും ബോറോണിന്റെ കുറവുകൊണ്ടും പൂ കൊഴിയാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമീകൃതമായിട്ട് നമ്മൾ പറയില്ല നമുക്ക് സമീകൃത ആഹാരം വേണം ആരോഗ്യത്തിനെന്ന്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ, വളരെ കുറഞ്ഞ അളവിൽ പോലും വേണ്ട ചില മൂലകങ്ങൾ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണ വളർച്ചയെത്തുകയും ഉൽപാദനം നടക്കുകയും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ വരാം. നമ്മൾ കീട ആണോ മണ്ണിലേക്ക് കൊടുക്കാൻ പറ്റിയത് വല്ലതും? എന്താണ്? ഹലോ സർ, മറ്റൊരു കോൾ ഉണ്ട്. ഹലോ ദൂരദർശനിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഹലോ ചോദിച്ചോളൂ. ഹലോ, ഞാൻ ഗൗരിയാണ്, കൊല്ലത്തുനിന്ന്. പറഞ്ഞോളൂ മാഡം. സാർ, എനിക്ക് ചോദിക്കാനുള്ളത് മണ്ണില് രാസവളവും ജൈവവളവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞ? സ്ഥലം എവിടെയാന്നാ പറഞ്ഞ? വിളിക്കുന്നത് മാഡം? കൊല്ലം. കേരളത്തിൽ പൊതുവെ ശരി മാഡം ഒന്ന് കേട്ടോളൂ. കേരളത്തിൽ പൊതുവെ നമുക്ക് മണ്ണിലെ ജൈവാംശം കുറവാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ജൈവവളം ആവശ്യത്തിന് കൊടുക്കണം. ജൈവവളം എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ചാണകവും പച്ചിലവളവും ധാരാളം കൊടുക്കണം. അതിനു മുമ്പ് ചെയ്യേണ്ടത് മണ്ണിൽ പുളിരസം ഉണ്ടെങ്കിൽ കുമ്മായം കൊടുത്ത് ആ പുളിരസം കറക്റ്റ് ചെയ്യണം.
പുളിരസം കുറച്ചതിന് ശേഷം ജൈവവളം കൊടുക്കുക. ജൈവവളം കൊടുത്തതിന് ശേഷം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുറവുള്ള മൂലകങ്ങൾക്ക് വേണ്ട രാസവളങ്ങൾ കൊടുക്കുക. അപ്പൊ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കുമ്മായം കൊടുത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ ജൈവവളം കൊടുക്കാവൂ. അതിനുശേഷം 15-20 ദിവസം കഴിഞ്ഞിട്ടേ രാസവളം കൊടുക്കാവൂ. ശരി. ദൂരദർശനിലേക്ക് വിളിച്ചതിന് നന്ദി. നമ്മുടെ സമയം കഴിയാറായി, അതുകൊണ്ട് തന്നെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സർ, നമ്മൾ സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ്? സോയിൽ ഹെൽത്ത് കാർഡ് കൊണ്ട് കർഷകർക്ക് എന്ത് ഉപയോഗമാണുള്ളത്? നമ്മളിപ്പോൾ പുതിയ തലമുറയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഹെൽത്ത് കാർഡ് എടുക്കും മനുഷ്യന്റെ കേസിൽ. എന്നിട്ട് നമ്മളെല്ലാം ഹാർട്ട്, ലങ്സ്, പ്രഷർ, എല്ലാം ഷുഗർ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് ഹെൽത്ത് ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്തൊക്കെ കുറവുണ്ട്, അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇത് മണ്ണിന്റെ കാര്യത്തിൽ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സോയിൽ ഹെൽത്ത് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യ പത്രിക എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. ആരോഗ്യം ഏതൊക്കെ ലെവലിൽ? ആരോഗ്യം എന്ന് പറയുമ്പോൾ മണ്ണിന്റെ ആരോഗ്യം 3 തരത്തിലാണ് വരുന്നത്. ഭൗതികമായ ആരോഗ്യം, അതിൻ്റെ രചന, ഘടന തുടങ്ങിയത്. രാസികമായ ആരോഗ്യം, അത് അതിൻ്റെ വളക്കൂറ്, മൂലകങ്ങളുടെ അളവ് തുടങ്ങിയതൊക്കെ. pH, അതായത് പുളി ഉള്ളതാണോ അല്ലയോ എന്നുള്ള രീതിയിൽ. പിന്നെ ജൈവികമായ ആരോഗ്യം, മണ്ണിൽ എത്രത്തോളം സൂക്ഷ്മാണുക്കളുണ്ട്, സൂക്ഷ്മ മൂലകങ്ങളുണ്ട്, അല്ലെങ്കിൽ സൂക്ഷ്മ അണുക്കളുണ്ട്, അവയുടെ അളവ് എത്രയുണ്ട്, അതിൽ സസ്യങ്ങൾക്കും മനുഷ്യനും പ്രയോജനപ്രദമായതുണ്ടോ, അതില്ലെങ്കിൽ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം. ഇത്തരത്തിൽ വളരെ സംയോജിതമായിട്ട് ഭൗതിക, രാസിക, ജൈവികമായിട്ടുള്ള എല്ലാ ആരോഗ്യ ഘടകങ്ങളെയും വേർതിരിച്ച് കണ്ടെത്തി അതിലെ കുറവുകളെക്കുറിച്ച് പറയുന്ന ഒരവസ്ഥയാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകിച്ചും വളരെ ഉപകാരപ്രദമായിട്ട് മാറും. സ്ഥിരമായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്ന, ഉദാഹരണത്തിന് 3-4 വർഷത്തിനിടയ്ക്ക് നമ്മുടെ മണ്ണ് ഒന്ന് പരിശോധിച്ച് അതിൻ്റെ ആരോഗ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഷുഗർ ഉണ്ടെങ്കിൽ ഇൻസുലിൻ എടുക്കും, അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് കഴിക്കും, പ്രഷർ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കും എന്ന് പറയുന്നത് മാതിരി മണ്ണിലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ക്രമീകരിച്ച് ശരിയാക്കേണ്ടത് മനുഷ്യന്റെ ചുമതലയാണെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് ഒരു നല്ല രൂപം, മണ്ണിനെക്കുറിച്ചും മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും നല്ല രൂപം കിട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് നിവാരണം ചെയ്യാനുണ്ട് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ സാറിനെ ബന്ധപ്പെടാവുന്നതാണ് ഇനി പറയുന്ന അഡ്രസ്സിലേക്ക്. ഡോക്ടർ പി സുരേഷ് കുമാർ, പ്രൊഫസർ ആൻഡ് ഹെഡ് ആൻഡ് റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസർ, റേഡിയോ ട്രേസർ ലാബ്, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, വെള്ളാനിക്കര, തൃശൂർ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9479992507. ഇത്രയധികം കാര്യങ്ങൾ മണ്ണിനെക്കുറിച്ചും മണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ മണ്ണ് സംരക്ഷിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മളോട് സംസാരിച്ചത്, നമ്മൾ പറഞ്ഞു, റേഡിയോളജിക്കൽ സേഫ്റ്റി ഓഫീസറും അല്ലെങ്കിൽ റേഡിയോ ട്രേസർ ലാബിൻ്റെ തലവനുമായ ഡോക്ടർ പി സുരേഷ് കുമാർ സാറാണ്. സാറിന് ഇനിയും നല്ല നല്ല മേഖലകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ കോഴ്സിന് അപേക്ഷിക്കാം. ഹൽദാർ ഓർഗാനിക് ഫാർമർ അവാർഡിന് ഇപ്പോൾ അപേക്ഷ നൽകാം.
കൃഷിവകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 3 മാസം ദൈർഘ്യമുള്ള ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ ബയോളജി വിഷയം ഉൾപ്പെടുന്ന +2 അല്ലെങ്കിൽ VHSC പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫീസ് 4500 രൂപ. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1500 രൂപ സ്റ്റൈഫൻഡോടുകൂടി 3 മാസത്തേക്ക് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് നൽകുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 2. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് അഡ്രസ് www.karshigakeeralam.gov.in. മറ്റൊരു വെബ്സൈറ്റ് www.keralaagriculture.gov.in. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി ദക്ഷിണ മേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന മൌസം സേവ എന്ന പദ്ധതിയുടെ ഭാഗമായി ഏകദിന ശില്പശാല ഈ മാസം 20-ാം തീയതി സംഘടിപ്പിക്കുന്നു. കാർഷിക മേഖലയിൽ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാര നിർദ്ദേശങ്ങളെക്കുറിച്ചും തിരുവനന്തപുരം ജില്ലയിലെ കർഷകരിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. താൽപര്യമുള്ള കർഷകർ ഈ മാസം 20-ന് രാവിലെ 9 മണിക്ക് കല്ലിയൂർ പഞ്ചായത്ത് ഹാളിൽ എത്തിച്ചേരണമെന്ന് കോഴ്സ് ഡയറക്ടർ അറിയിച്ചു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ മികച്ച ജൈവ കർഷകനുള്ള ഹൽദാർ ഓർഗാനിക് ഫാർമർ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9496303980. വെബ്സൈറ്റ് അഡ്രസ് shiv.kimothi@gov.in. പ്രകൃതിക്ഷോഭത്തിൽ കർഷകരെ സഹായിക്കാനുള്ള കേന്ദ്ര പദ്ധതികൾ. കാർഷിക നഷ്ടത്തിന് 50% നഷ്ടപരിഹാരം. നഷ്ടപരിഹാര അർഹതയ്ക്ക് 50% കൃഷിനഷ്ടം എന്നത് 30%-ആയി കുറച്ചു. സംഭരണത്തിനായി എടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണനിലവാര നിബന്ധനകളിൽ ഇളവ് വരുത്തി. ദുരന്തബാധിതർക്കായി വായ്പാ പദ്ധതികൾ പുനരാവിഷ്കരിച്ചു. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ ധനസഹായത്തോടെ തൃശൂർ ജില്ലയിലെ വെറ്റിലപ്പാറയിൽ ചക്ക സംസ്കരണ യൂണിറ്റ് ആരംഭിച്ചു. ചക്കച്ചുളയും കുരുവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. ആദ്യഘട്ടത്തിൽ ചക്കയുണക്കിയത് റെഡി ടു കുക്ക് രീതിയിലും ചക്കക്കുരു ഉണക്കിയതും പൊടിയുമാണ് നിർമ്മിക്കുന്നത്. ഇവ 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. ചക്ക കട്ട്ലറ്റ്, ഉണക്കിയപ്പം, അച്ചാർ, പായസം എന്നിവയും നിർമ്മിക്കാം. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 16,900 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 13,500 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 12,000 രൂപ, കൊപ്ര കൊച്ചി 8,100 രൂപ, കൊപ്ര കോഴിക്കോട് 8,550 രൂപ, കൊപ്ര തൃശൂർ 8,170 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,000 രൂപ, ചുക്ക് മീഡിയം 22,000 രൂപ, ചുക്ക് ബെസ്റ്റ് 24,000 രൂപ, മഞ്ഞൾ സേലം 8,600 രൂപ, മഞ്ഞൾ ഈറോഡ് 8,900 രൂപ, അടയ്ക്ക 22,000-നും 23,000-നും ഇടയിൽ, കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 13,300 രൂപ, കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 13,350 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റ്. വെളിച്ചെണ്ണ 11,900 രൂപ, കൊപ്ര 8,055 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 23,000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,700 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,000 രൂപ, ചുക്ക് മീഡിയം 22,000 രൂപ, ചുക്ക് ബെസ്റ്റ് 24,000 രൂപ, മഞ്ഞൾ നാടൻ 9,900 രൂപ, അടയ്ക്ക പുതിയത് 22,000-നും 23,000-നും ഇടയിൽ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200-നും 250-നും ഇടയിൽ, ജാതിക്ക തൊണ്ടില്ലാത്തത് 350-നും 425-നും ഇടയിൽ, ജാതിപത്രി 600-നും 850-നും ഇടയിൽ, ഗ്രാമ്പു 810 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 13,100 രൂപ, റബ്ബർ RSS 4-ാം ഗ്രേഡ് 13,300 രൂപ, ഒട്ടുപാൽ 9,200 രൂപ, ലാറ്റക്സ് 11,000 രൂപ. ഇനി കമ്പോള അവലോകനം. െങ്കിലും വ്യവസായികളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉൽപാദകർ ടാപ്പിംഗിന് താൽപര്യം കാണിച്ചില്ല. വിപണിയിലെ താഴ്ന്ന വില തന്നെയാണ് വലിയൊരു വിഭാഗം കർഷകരെ റബ്ബർ വെട്ടിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ജൂൺ മദ്യം പിന്നിട്ടിട്ടും മുഖ്യ വിപണികളിൽ പുതിയ ഷീറ്റ് വിൽപ്പനയ്ക്കിറങ്ങിയില്ല. 4-ാം ഗ്രേഡ് 132 രൂപയിലും ലാറ്റക്സ് 110 രൂപയിലുമാണ്. മഴ മൂലം കൊപ്ര സംസ്കരണം തടസ്സപ്പെട്ടു. മില്ലുകാർ കൊപ്ര സംഭരിക്കാൻ നീക്കം തുടങ്ങിയത് നാളികേര ഉൽപ്പന്നങ്ങളുടെ തിരിച്ചുവരവിന് അവസരമൊരുക്കാം. വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ ഈ വാരം സ്റ്റഡിയായി നീങ്ങി.
ഉത്തരേന്ത്യയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് അന്വേഷണങ്ങൾ ചുരുങ്ങിയത് കുരുമുളകിന്റെയും ചുക്കിന്റെയും വിലക്കയറ്റത്തിന് തടസ്സമായി. ആഭ്യന്തര ഡിമാൻഡ് മങ്ങിയത് ജാതിക്കയെ തളർത്തി. അതേസമയം ഏലക്ക മികവിലാണ്. ലേലത്തിനെത്തുന്ന ചരക്ക് ശേഖരിക്കാൻ ബാംഗ്ലൂർ ഉത്സാഹിച്ചു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2, 24.4. കൊച്ചി 27.8, 24. ആലപ്പുഴ 27.5, 25.6. പുനലൂർ 29, 24.5. തിരുവനന്തപുരം 29.9, 24.7 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.